സുഹൃത്തുക്കളെ, വല്ലാത്ത വാർത്ത ഓൺ ഫോക്കസിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സുസ്വാഗതം. ഞാൻ നിങ്ങളുടെ ചന്ദ്രമോഹൻ കുത്തുപിള്ളിൽ. ഇന്ന് 2026 ജൂലൈ മാസം 9 വ്യാഴാഴ്ച. നിങ്ങളൊരു പരസ്യവാചകം 5-6 വർഷം മുമ്പ് വരെ നിങ്ങളുടെ കാതുകളിൽ മുഴങ്ങുന്നുണ്ടാകും. ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം എന്ന ഒരു പരസ്യവാചകം അന്തരിച്ച 5-6 വർഷം മുമ്പ് അന്തരിച്ച ഗൾഫിലെ വൻകിട ജ്വല്ലറി ഉടമയായ അറ്റ്ലസ് രാമചന്ദ്രൻ എന്ന അദ്ദേഹം സിനിമാ നടൻ കൂടിയായിരുന്നു, സിനിമാ നിർമ്മാതാവുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു പരസ്യവാചകമാണ് ഈ നമ്മളിപ്പോൾ കേട്ടത്. ഇത് ഇങ്ങനെയല്ല അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു സ്വതസിദ്ധമായ ശൈലി ഉണ്ട്. അത് ഏതാണ്ട് ഇങ്ങനെയാണ്: ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം. ഏതാണ്ട് ഇങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. ആ പറച്ചിലിൻ്റെ ഒരു രസം കൊണ്ട് നമ്മളത് കേട്ട് ഇരുന്ന് പോകും. അങ്ങനെയുള്ള ഒരു വിശ്വസ്തത പുലർത്തിയിരുന്ന ഒരു സ്ഥാപനത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോ കേരളത്തിലെ യുവാക്കൾക്ക് ഒരു ദുസ്വപ്നമായി തീർന്നു എന്നതിൻ്റെ സങ്കടത്തിൻ്റെ പുറത്താണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. പോലീസ് അന്വേഷിച്ച് തെളിയാത്ത കേസുകൾ CBIക്ക് വിടണമെന്ന് പറയുന്നതിന് സമാനമാണ് നിയമനങ്ങളിൽ അഴിമതി ആരോപണം ഉയരുമ്പോൾ PSCക്കായുള്ള മുറവിളി. കേന്ദ്ര സർക്കാർ CBIയുടെ കാര്യം ഏതാണ്ട് കോംപ്രമൈസ് ആക്കിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. CBI എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ED എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ IB എന്ന് പറഞ്ഞാൽ ഒക്കെ കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിലെ ചട്ടുകങ്ങൾ മാത്രമാണെന്ന് ഏത് കൊച്ചുകുട്ടികൾക്ക് വരെ അറിയാം. ജപ്പാനിൽ ക്രിമിനൽ കേസുകളിലെ ശിക്ഷാ നിരക്ക് 99% മേലെയാണ്. ഒരു താരതമ്യത്തിന് പറയുകയാണ്, CBI അന്വേഷിക്കുന്ന കേസുകളിൽ ഏതാണ്ട് 10-15 വർഷം മുമ്പ്, 10-12 വർഷം മുമ്പ് 75% ഇന്നത് വെറും 10% കുറഞ്ഞിട്ടുണ്ട്. ബാക്കി 90% എങ്ങോട്ട് പോയി എന്ന് അന്വേഷിക്കാൻ നമുക്ക് പാഴൂർ പടിപ്പുര വരെയൊന്നും പോകേണ്ട കാര്യമില്ല. കൈ കടത്തലുണ്ടായിട്ടുണ്ടെന്ന് വ്യക്തം. CBI പോലെ തന്നെ PSCയെയും ഒരു നിഷ്പക്ഷ സ്ഥാപനമായിട്ടാണ് പൊതുവെ കാണപ്പെട്ടിരുന്നത് പണ്ടൊക്കെ. പഴഞ്ചൊല്ലിൽ പതിരുണ്ടെങ്കിൽ പാലും കൈക്കും എന്നത് പഴഞ്ചൊല്ലായി മാത്രം നിങ്ങൾ കണ്ടാൽ മതി. പാൽ ശുദ്ധമാകണമെന്നൊന്നുമില്ല. പാൽ ഏറ്റവും ശുദ്ധമാണെങ്കിലും പിരിഞ്ഞാൽ അതിനോളം കെട്ടത്, അതായത് ചീത്തയായത്, വൃത്തികേടായത് മറ്റൊന്നില്ല. പശുവിന് രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിട്ട് ഏറെക്കാലമായി. പക്ഷെ ചികിത്സിച്ചില്ലെന്ന് മാത്രമല്ല, രോഗം വഷളാകാനുള്ള ആഹാരവും പോഷകാംശങ്ങളും വൈറ്റമിനും ഒക്കെ നൽകി രോഗാവസ്ഥ കൂടുതൽ സങ്കീർണമാക്കി എന്നുള്ളതാണ് വാസ്തവം. മുൻപ് വിവാദമായ സിവിൽ പോലീസ് ഓഫീസർ നിയമനമാണ് കെങ്കേമം. അത് പറയാതെ പോകാൻ പാടില്ല. യൂണിവേഴ്സിറ്റി കോളേജിലെ കത്തിക്കുത്ത് കേസ് പ്രതിക്ക് PSC പരീക്ഷയിൽ 1ാം റാങ്ക്. ശിവരഞ്ജിത്തെന്നോ എന്തോ ആണ് പേര്. 2ാം റാങ്കുകാരൻ ഇതുപോലെ തന്നെ ഒരു സമാന ആൾ, നസീം എന്ന മറ്റോ ആണ് പേര്. പ്രതികളുടെ വീട് റെഡി ചെയ്തപ്പോൾ കേരള സർവകലാശാലയുടെ എഴുതാത്ത ഉത്തരപേപ്പറുകൾ ഇഷ്ടം പോലെ അവിടെ നിന്ന് സ്റ്റോക്ക് കിട്ടി. ബിരുദ പരീക്ഷയുടെ മാർക്കുകൾ മിക്കതും 2 അക്കം വരെ എത്തിയിട്ടില്ല. വിവാദമായപ്പോൾ 2ാമത് പരീക്ഷ നടത്തിയപ്പോൾ രണ്ടുപേരും സംപൂജ്യരായി. 0 മാർക്ക് കിട്ടി. അവരുടെ തനി നിറം വെളിവാക്കി എന്നതാണ് കഥയല്ല കാര്യം. പയ്യന്മാർ പഠനത്തിനും പാഠ്യേതര പ്രവൃത്തികൾക്കും മിടുക്കന്മാരാണെന്നതിൽ ഇതിൽക്കരം വേറെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. നേരിട്ട് DYSP ആക്കാവുന്ന തരം ആ ഇനത്തിൽപ്പെട്ടതാണെന്ന് വ്യക്തം. ഒരുമിച്ച് അംഗം വെട്ടി നടന്ന കൂട്ടുകാരന് പോലീസ് സെലക്ഷൻ കിട്ടാത്തതിലുള്ള അസൂയയാണ് കത്തിക്കുത്തിൽ കലാശിച്ചത്. അതുകൊണ്ട് സംഭവം ലോകമറിഞ്ഞു, നമ്മളെല്ലാവരും അറിഞ്ഞു. അതിലും മായവുമില്ല, മന്ത്രവുമില്ല. അതുകൊണ്ട് തന്നെ അന്വേഷണവുമില്ല. ഏത് തസ്തികയാണെങ്കിലും അഭിമുഖത്തിൽ 20 മാർക്ക് വരെയാണ് PSC സാധാരണ നൽകുക. അപ്പോൾ എഴുത്ത് പരീക്ഷയും മൂല്യനിർണ്ണയവുമാണ് കാര്യം. അത് രഹസ്യമായി നടത്തുന്ന ചോദ്യപേപ്പർ തയ്യാറാക്കലും
മൂല്യനിർണ്ണയവും ഏതാനും പേർ മാത്രമാണ് അറിയുക. ഭരണം തുടരാനായപ്പോൾ, അതായത് കഴിഞ്ഞ സർക്കാർ രണ്ടാമത് ഭരണത്തിലെത്തിയപ്പോൾ തീക്കട്ടയിൽ ഉറുമ്പുകൾ നൃത്തം ചെയ്തു എന്ന് നാം കരുതണം. എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾ അന്വേഷിപ്പിൻ. കാരണം അന്വേഷിപ്പിൻ കണ്ടെത്തുമെന്നാണല്ലോ. അപ്പോൾ കാരണഭൂതരെ നിങ്ങൾക്ക് കൈയോടെ പിടികൂടാനും പറ്റും. പക്ഷേ കുത്താൻ വരുമ്പോൾ പഞ്ചാക്ഷരം ചൊല്ലിയിട്ട് കാര്യമൊന്നുമില്ലല്ലോ എന്ന കാര്യം കൂടി നിങ്ങൾ ഓർമ്മിക്കുക. ഇനി മുതൽ കൊച്ചു കേരളമെന്നൊന്നും നമ്മൾ പറയരുത് നമ്മുടെ കേരളത്തെ. കാരണം വലുതെന്ന് നമ്മൾ കരുതുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പലയിടത്തും 5 വരെ PSC അംഗങ്ങളേ ഉള്ളൂ ആ സമിതിയിൽ. പക്ഷേ കേരളത്തിൽ അത് 21ഓളമാണ് അംഗസംഖ്യ എന്നത് നമ്മളെ ഞെട്ടിക്കുന്നില്ല. ഇതാണ് ഇവിടുത്തെ പതിവ്. ഒരു മന്ത്രിസഭയുടെ പോലെ തന്നെ അംഗസംഖ്യ ഉണ്ട് എന്ന് ചുരുക്കം. മുമ്പും രാഷ്ട്രീയ നേതാക്കൾ PSC ചെയർമാന്മാരും അംഗങ്ങളുമായിട്ടുണ്ട്. അവരെ നിയോഗിക്കുന്നവർക്ക് ആരെയാണ് ഈ സ്ഥാനം ഏൽപ്പിക്കേണ്ടതെന്ന് നല്ല ബോധ്യമുണ്ടായിരുന്നു. അവർ അതിനൊത്ത് ഉയരുകയും ചെയ്തിരുന്നു. KG അടിയോടി, M ഗംഗാധരക്കുറുപ്പ്, PP ഉമ്മർകോയ, RV തോമസ് തുടങ്ങിയ എത്രയോ പേർ ആ കസേരയുടെ മഹത്വം ഉയർത്തിപ്പിടിച്ചു. രാഷ്ട്രപതി സ്ഥാനത്തേക്ക് ഏത് ഇന്ത്യൻ പൗരനും പേര് നിർദ്ദേശിക്കാം. രാഷ്ട്രപതി സ്ഥാനത്തേക്ക് നമ്മുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി 35 വയസ്സും സ്ഥിരബുദ്ധിയും മാത്രമാണ് ഇതിനു വേണ്ട അടിസ്ഥാന യോഗ്യത. പക്ഷേ രാഷ്ട്രീയ പാർട്ടികൾക്ക് സ്ഥാനാർത്ഥി നിർണയത്തിന് ഏറ്റവും പ്രയാസം നേരിടുന്നത് രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിലാണെന്നുള്ള കാര്യം നാം ഈ അവസരത്തിൽ ഓർക്കണം. കാരണം വ്യക്തമാണ്. VR കൃഷ്ണയ്യർ, TN ശേഷൻ, ക്യാപ്റ്റൻ ലക്ഷ്മി തുടങ്ങിയവരൊക്കെ ഈ തിരഞ്ഞെടുപ്പിൽ തോറ്റെങ്കിലും പരാജയം സാങ്കേതികം മാത്രമായിരുന്നു. PSCയിലേക്ക് നിയോഗിക്കുന്നവർക്ക് പ്രത്യേക യോഗ്യത നിശ്ചയിക്കാത്തത് അവരെ നിയമിക്കുന്നവർ അതിന് തക്ക വിവേകം അവർ പ്രകടിപ്പിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടാത്തവരും സീറ്റ് കിട്ടിയിട്ടും ജയിക്കാത്തവരും അടുത്ത ലാവണത്തിൽ PSCയെ കണ്ടതാണ് സമീപകാലത്തെ ദുരന്തം. കൂട്ടുകക്ഷി സർക്കാരിൽ മന്ത്രിസ്ഥാനം ലഭിക്കാത്തവരെ സമാശ്വസിപ്പിക്കാൻ PSC അംഗങ്ങൾ എന്ന ആ ഒരു സമ്മാനം വെച്ച് നീട്ടും. ഈർക്കിൽ പാർട്ടികൾക്ക് വരെ PSC അംഗത്വം ലഭിച്ചപ്പോൾ അവരത് ഒരു നല്ല വിൽപ്പന ചരക്കാണെന്ന് കണ്ട് വിൽപ്പനയ്ക്ക് വെച്ചു. കഴിഞ്ഞ 10-12 വർഷത്തിനുള്ളിൽ PSC അംഗങ്ങളായ പലരെയും നോക്കിയാൽ സാക്ഷര കേരളം ഞെട്ടിത്തെറിക്കും, പൊട്ടിത്തെറിക്കും. നഴ്സിംഗ് അധ്യാപിക, ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരൻ, LP സ്കൂൾ അധ്യാപകൻ, കട്ട് ആൻഡ് പേസ്റ്റ് PhDക്കാർ, മന്ത്രിമാരുടെ PAമാർ, PAയുടെ ഭാര്യമാർ, ഭാര്യയുടെ അമ്മാവന്മാർ, നേതാക്കളുടെ ജീവചരിത്രം എഴുത്തുകാർ തുടങ്ങിയവരൊക്കെ PSC അംഗങ്ങളായിട്ടുണ്ട്. എന്നാൽ ഇതിൽ കൈനോട്ടക്കാരെ വരെ മാത്രമേ ഇതിൽ ഉൾപ്പെടുത്താതെ ഇരുന്നിട്ടുള്ളൂ. സത്യത്തിൽ അവരുണ്ടെങ്കിൽ വളരെ എളുപ്പമായിരുന്നു. പരീക്ഷ തന്നെ നമുക്ക് ഒഴിവാക്കാമായിരുന്നു. ലക്ഷണം നോക്കി കണ്ടെത്താമായിരുന്നു. ഒരേ ആൾക്കാരെ അറ്റൻഡർ മുതൽ KAS വരെ ലക്ഷണം നോക്കി അവർ കണ്ടെത്തുമായിരുന്നു. 6 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിച്ചാൽ 1.5 ലക്ഷം രൂപ അടുത്തു, അതായത് പെൻഷൻ ശിഷ്ടകാലം കിട്ടും. ഇതിനേക്കാൾ നല്ല ജോലിയുണ്ടെങ്കിൽ നിങ്ങൾ പറമാഷെ, ഞാൻ വെല്ലുവിളിക്കുകയാണ്. ലക്ഷക്കണക്കിന് അന്വേഷകരുടെ ആശ്രയമാണ് PSC എന്ന ഭരണഘടനാ സ്ഥാപനം. ഞാനൊക്കെ 10ാം ക്ലാസ് പഠിച്ചു കഴിയുന്ന ആ കാലത്ത് 10ാം ക്ലാസ് കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ ചോദിക്കും, നിങ്ങൾ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തോ എന്ന് ചോദിക്കും. ഒരു സ്ഥിരം ചോദ്യമാണ്. കാരണം അതായിരുന്നു സർക്കാർ ലാവണത്തിലേക്കുള്ള ആദ്യത്തെ ചവിട്ടുപടി എന്നാണ് വിശ്വസിച്ചിരുന്നത്. ആ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൻ്റെ വലിയ ഏട്ടനാണ് ഇന്നത്തെ PSC. ലക്ഷക്കണക്കായ തൊഴിലന്വേഷകരുടെ ആശ്രയമാണ് PSC എന്ന ഭരണഘടനാ സ്ഥാപനം. വർഷം തോറും 30,000-ലേറെ പേരാണ് സർക്കാർ വകുപ്പുകളിലും പൊതുമേഖലാ സ്ഥാപനങ്ങളുമായി ജോലി ഇതുവഴി ലഭ്യമാക്കുന്നത്. അഴിമതിയോ സ്വജനപക്ഷപാതമോ തീണ്ടാത്ത സ്ഥാപനമെന്നത് PSCയുടെ അടയാളമായിരുന്നു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി, അത് 10-12 വർഷങ്ങളായി PSC നടത്തുന്ന നിയമനങ്ങൾ അടിക്കടി ആരോപണങ്ങൾക്ക് വിധേയമാകുന്നു.
PSCയുടെ വിശ്വാസ്യത നഷ്ടപ്പെടുത്തുന്ന ഈ സ്ഥാപനത്തിൻ്റെ നഷ്ടപ്പെടുത്തുന്ന വഴികൾ ഏതൊക്കെയാണ്? ഈ സ്ഥാപനത്തിൻ്റെ സത്യസന്ധത വീണ്ടെടുക്കുന്നത് എങ്ങനെ എന്ന് നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. അത്രയേ നമുക്ക് സമയമുള്ളൂ. എഴുത്ത് പരീക്ഷയുടെ മാർക്ക് അറിയിക്കാതെയാണ് സാധാരണ PSC അംഗങ്ങൾ ഉദ്യോഗാർത്ഥികൾക്ക് അഭിമുഖം നടത്തുന്നത്. ഉദ്യോഗാർത്ഥികളുടെ വ്യക്തിഗത വിവരങ്ങൾ മാത്രമേ PSC അംഗങ്ങളുടെ കൈവശമുണ്ടാകുകയുള്ളൂ. അതിനാൽ അഭിമുഖത്തിന് നിഷ്പക്ഷമായി മാർക്ക് നൽകാൻ അംഗങ്ങൾക്ക് കഴിയും. അതായത് എഴുത്ത് പരീക്ഷയിൽ എത്ര മാർക്ക് അവർക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് ഇവർക്ക് അറിയാൻ കഴിയില്ല. നിഷ്പക്ഷമായി പെരുമാറാൻ അവർക്ക് കഴിയും. പക്ഷേ ഇപ്പോൾ എന്നിട്ടും ചിലർക്ക് അഭിമുഖത്തിൽ അമിതമായി മാർക്ക് ലഭിക്കുകയും അതിൻ്റെ പേരിൽ റാങ്കിൽ മുന്നിലെത്തുകയും ചെയ്യുന്നത് എങ്ങനെയാണ്? മായമാണോ മന്ത്രമാണോ എന്നതാണ് ചോദ്യം. വേണ്ടപ്പെട്ടവരുടെ എഴുത്ത് പരീക്ഷയുടെ മാർക്ക് ടെലിപ്പതി വഴിയായിട്ടോ മറ്റോ ബന്ധപ്പെട്ടവർക്ക് മുൻകൂട്ടി അറിയാനുള്ള സൗകര്യവും PSCയിലുണ്ടെന്ന് വേണം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ, കരുതാൻ. PSC പരീക്ഷയ്ക്കുള്ള ചോദ്യങ്ങൾ തയ്യാറാക്കുന്നതിന് മുമ്പ് കീഴ്വഴക്കങ്ങൾ കർശനമായി പാലിച്ചിരുന്നു. 5-6 സെറ്റുകൾ തയ്യാറാക്കി അതിൽ നിന്ന് നറുക്കെടുത്താണ് അച്ചടിക്കായി അയക്കുന്നത്. ചോദ്യം തയ്യാറാക്കുന്നവരുടെ പാനലിനെ നിശ്ചയിക്കുന്നത് ചെയർമാനാണ്. അദ്ദേഹത്തിൽ പൂർണ്ണമായ വിശ്വാസമർപ്പിച്ചിട്ടാണ് കമ്മീഷൻ മുന്നോട്ട് പോകുന്നത്. കമ്മീഷൻ ആ ചുമതല പ്രസിഡൻ്റ്, അതായത് ചെയർമാൻ തന്നെ ഏൽപ്പിച്ച ആ ചുമതല ഭംഗിയായി നിർവഹിക്കുകയും ചെയ്യുമായിരുന്നു പണ്ടൊക്കെ. പക്ഷേ ഇപ്പോഴും ചെയർമാനിൽ നിന്നുണ്ടാകുന്ന അത്ര നല്ല സമീപനമൊന്നുമല്ല മിക്കപ്പോഴും ചെയർമാനിൽ നിന്നുണ്ടാവാറുള്ളത്. സമീപകാലത്ത് KGOA എന്ന ഇടതുപക്ഷ സർവീസ് സംഘടനയുടെ നേതാവായിരുന്ന ആളാണ് ഇപ്പോഴത്തെ കമ്മീഷൻ ചെയർമാൻ. അതിനാൽ ചെയർമാൻ്റെ പാനലിലെ ചോദ്യകർത്താക്കളെല്ലാം KGOA എന്ന സംഘടനയുടെ നേതാക്കന്മാരോ അംഗങ്ങളോ ആണ്. അഭിമുഖങ്ങൾക്ക് വിഷയവിദഗ്ധരായി എത്തുന്നത് ഇവരൊക്കെ തന്നെയാണ് ഈ സാധനത്തെ, ഈ PSCയെ ഇത്ര വഷളാക്കിയത്. അങ്ങനെയുള്ളവർക്ക് രാഷ്ട്രീയ വിധേയത്വം കൂടുമോ കുറയുമോ? നിങ്ങൾ തന്നെ പറയുക. മുൻപൊക്കെ ചോദ്യം തയ്യാറാക്കുന്നവർക്ക് പോലും പരീക്ഷയ്ക്ക് വരുന്നത് അവരുടെ ചോദ്യമാണെന്നതിൽ ഒരു ഉറപ്പുമുണ്ടായിരുന്നില്ല. കാരണം അത്രയേറെ ആൾക്കാരിൽ നിന്ന് ചോദ്യങ്ങൾ വാങ്ങും. എന്നാൽ ഇപ്പോൾ അതല്ല സ്ഥിതി. ചോദ്യകർത്താവ് മിക്കവാറും ഒരാളെ ഉണ്ടാവുള്ളൂ. പ്രതിഫലം കുറവാണ് എന്നതിന് തന്നെ കാരണം. അതിനാൽ തൻ്റെ ചോദ്യങ്ങളെല്ലാം ഇതിൽ വരുമെന്ന് അദ്ദേഹത്തിന് പൂർണ്ണമായും ഉറപ്പിക്കാം. അദ്ദേഹത്തിൻ്റെ ആ ചോദ്യപേപ്പർ തന്നെയാണ് പ്രിൻറ്റിങ്ങിലേക്ക്, പ്രസ്സിലേക്ക് പോകുന്നത്. ചെയർമാൻ്റെ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെയുള്ള ജോലിയായതിനാൽ കമ്മീഷനിലെ മറ്റ് അംഗങ്ങൾക്കൊന്നും ഇതിൽ അത്ര വേഗം ഇടപെടാൻ പറ്റില്ല. പക്ഷേ ചെയർമാൻ തനിക്ക് എന്ത് വേണമെങ്കിലും ഇതിൽ ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമായി ഇത് എടുക്കാറുണ്ട്. പ്രസ്സിലേക്ക് പോകുന്നതും അവിടുന്ന് ലീക്കാവുന്നതിനും ഒക്കെ വലിയ താമസമൊന്നും വേണ്ട എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. ഇതാണ് ഇന്നത്തെ PSCയുടെ സ്ഥിതി. ഇത് അത്ര നല്ല ഒരു ആശാസ്യമായ കാര്യമൊന്നുമല്ല. ഇത് വളരെ ഒരു തെറ്റായ പ്രവണതയാണ്. ഇത് യുവജനങ്ങളുള്ള ദ്രോഹമാണ്. ജസ്റ്റിസ് കനോട്ട് ബി ഫോർ വൺ സൈഡ് എലോൺ ബട്ട് മസ്റ്റ് ബി ഫോർ ബോത്ത് പറഞ്ഞിരിക്കുന്നത് എലിനോർ റൂസ്വെൽറ്റാണ്, പഴയ അമേരിക്കൻ പ്രസിഡൻറ്റ്. നീതി ഒരു പക്ഷത്തിന് മാത്രമായി ഒതുങ്ങരുത്, മറിച്ച് രണ്ടു കൂട്ടർക്കും വേണ്ടിയുള്ളതായിരിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ മലയാള തർജ്ജമ. ഇൻജസ്റ്റിസ് എനിവെയർ ഈസ് എ ത്രെറ്റ് ടു ജസ്റ്റിസ് എവരിവെയർ എന്നാണ് മാർട്ടിൻ ലൂതർ കിങ് പറഞ്ഞത്. അതായത് എവിടെയും അനീതി, എല്ലായിടത്തും നീതിക്ക് ഭീഷണിയാണ് എന്ന മാർട്ടിൻ ലൂതർ കിങ് പറഞ്ഞതിൻ്റെ പൊരുൾ. പക്ഷേ എന്താ കാര്യം? ഇതൊക്കെ ആര് കേൾക്കാനാണ്? പബ്ലിക് സർവീസ് കമ്മീഷൻ എന്നാണ് PSCയുടെ ഫുൾ ഫോം എങ്കിലും ഒരു രസികൻ ഈയിടെ പറയുന്നത് കേട്ടു, പാർട്ടി സർവീസ് കമ്മീഷൻ എന്നാക്കുന്നതാണ് ഉത്തമമെന്ന്. മറ്റൊരു രസിക ഇത് കേട്ടു എന്ന് പറഞ്ഞു, പബ്ലിക്കിന് സംശയമാ കമ്മീഷന്, അതുമാകാം ഇതിൻ്റെ എക്സ്പാൻഷൻ. വീഡിയോ അവസാനിക്കുന്നു. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ദയവായി ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ നിങ്ങൾക്ക് ഏവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.